ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള മിക്സ്ചറാണ്. അതിനായിട്ട് 2 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മാറ്റി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ കൂട്ടിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇഡ്ഡലിമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്, അപ്പോൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ അത് ശരിയായി വരത്തില്ല. ബാക്കിയുള്ള കടലമാവിൻ്റെ കൂട്ടിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അതിനായിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നിറയെ ഹോൾസ് ഉള്ളൊരു തവി എടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ ഡ്രോപ്സ് ആയിട്ട് എണ്ണയിലേക്ക് വീഴും. പതുക്കെ അനക്കി കൊടുക്കണം തവി, അല്ലെങ്കിൽ ഒരു സൈഡിൽ തന്നെ വീണ് ഇത് കട്ട പിടിച്ചിരിക്കും. ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഇത് വറുത്ത് കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം. ഒരു 1/4 കപ്പ് കപ്പലണ്ടിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ വറുത്തെടുക്കാം. നമുക്കിനി സേവ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് സേവ് നാഴിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് കുറച്ചായിട്ട് ചുറ്റിച്ച് വറുത്ത് കോരിയെടുക്കാം.
4 വെളുത്തുള്ളിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയും പൊട്ടുകടലയും ബൂന്തിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 2-3 നുള്ള് കായം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം കുപ്പിയിലേക്കിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.